പർവ്വതങ്ങളെ മുഴുവനെ തരിച്ചു നിരമ്പരാക്കി ജീവിക്കാനുള്ള പണമുണ്ടാകുന്ന മോഹത്തിന്റെ പേരിൽ നിങ്ങൾ അടിച്ചു തകർക്കരുത്. ഈ ഭൂമിയുടെ ബാലൻസിനെ നിങ്ങൾ തെറ്റിച്ചു കളയരുത്. JCB കൊണ്ടുവന്നെല്ലാം ഉഴുതുമറിച്ചിട്ട് പോക്കറ്റിന് പൈസ വീർപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കരുത്. സഹോദരങ്ങളെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജനതയല്ലാഹു നശിപ്പിക്കാനുള്ള കാരണം അവർ ഫ്ലാറ്റ് പണിതതാ. കേട്ടോ, അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കുക. ഞാനല്ല, ഖുർആനാണ് പറയുന്നത്. വദ്കുറൂ ഇദ് ജഅലകും ഖുലഫാ മിൻ ബഅദി ആദിൻ വബവഅകും ഫിൽ അർളി തത്തഖിദൂന മിൻ സുഹൂരിഹാ ഖുസൂറാ വതൻഹിതൂന മിനൽ ജിബാലി ബുയൂതാ ഫദ്കുറൂ അലാ അല്ലാഹി വലാ തഅതൂ ഫിൽ അർളി മുഫ്സിദീൻ. ലോകത്തോട് പറഞ്ഞു കൊടുക്കണം, ഇത് എനിക്ക് മാത്രം ജീവിച്ചാൽ മതി, എനിക്ക് കോടികൾ ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടെ ആരെ പറ്റിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല ജീവിതത്തിന് നെട്ടോട്ടമോടുമ്പോ അള്ള പറയുന്നു, വദ്കുറൂ, നിങ്ങൾ ഓർക്കണേ, ഇത് ജഅലകും ഖുലഫാ മിൻ ബഅദി ആദിൻ, ആദ് ഗോത്രം തകർന്നതിന് ശേഷം നിങ്ങളെ ഞാനല്ലേ ഭൂമിയിൽ കൊണ്ടുവന്നത്. അത് സമൂദ് ഗോത്രമായിരുന്നു. അള്ള പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്നപ്പോ തത്തഖിദൂന മിൻ സുഹൂരിഹാ ഖുസൂറാ, നിങ്ങൾ ഈ ഭൂമിയിൽ ബംഗ്ലാവുകൾ പണിതപ്പോ, ഖുസൂറ, നിങ്ങൾ ഫ്ളാറ്റുകൾ പണിതപ്പോ, അല്ലാഹുവിന്റെ ഖുർആന്റെ അർത്ഥം വീടെന്നല്ല, ഖുസൂറ ഖുസൂറ, നിങ്ങൾ കൊട്ടാരങ്ങൾ പണിതുയർത്തിയപ്പോ, വിവിധ മന്ദിരങ്ങൾ നിങ്ങൾ ഭൂമിയുടെ മുകളിൽ പണിതുയർത്തിയപ്പോ, വതൻഹിതൂന മിനൽ ജിബാലി ബുയൂതാ, പാറക്കെട്ടുകൾ തുരന്നു മാറ്റിയിട്ട് നിങ്ങൾ വീട് പണിയാൻ തുടങ്ങിയപ്പോ, ഭൂമിയെ തകർത്ത് തരിപ്പണമാക്കി ഫ്ളാറ്റ് പണിതപ്പോ, വതൻഹിതൂന മിനൽ ജിബാലി ബുയൂതാ, പർവ്വതങ്ങളെ തുറന്നു മാറ്റിയിട്ട് വീട് പണിതപ്പോ അല്ലാഹു നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റിയില്ലേ. എന്നിട്ട് അല്ല പറഞ്ഞു, ഫദ്കുറൂ അലാ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ വിസ്മരിക്കരുത്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ തള്ളിക്കളയരുത്. വലാ തഅതൂ ഫിൽ അർളി മുഫ്സിദീൻ, ഈ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പം വിതയ്ക്കരുത്. ആരോടാ? സമൂദ് ഗോത്രത്തോടാണ് പറഞ്ഞത്. എന്റെ സഹോദരങ്ങളെ, സമൂദ് ഗോത്രം ചെയ്ത പാപമെന്താ? ജപ്പാൻ ഒരിക്കൽ കൂടി കടന്നു വരട്ടെ, സമൂഹത്തിന്റെ ചിന്തകൾ കടന്നു വരട്ടെ. സമൂദ് ഗോത്രം ചെയ്ത തെറ്റെന്താണെന്നറിയുമോ? മരണം വരുമെന്ന് ഓർമ്മയില്ലാതെ, മരിച്ചിട്ട് നാളെ കബറിൽ കിടക്കേണ്ടതാണെന്നുള്ള ഓർമ്മയില്ലാതെ. ശ്രദ്ധിച്ചു കേൾക്കും മുസ്ലിമേ, ശ്രദ്ധിച്ചു കേൾക്കും മുസ്ലിമേ, നാളെ കബറിൽ പോയി കിടക്കേണ്ടവരാണ്, 6 അടി മണ്ണിൽ കിടക്കേണ്ടവനാണ്. ഈ ഭൂമിയിൽ കാലാകാലം താമസിക്കാൻ കഴിയില്ല, ഒരു ദിവസം മരിക്കേണ്ടവരാണ്. 6 അടി മണ്ണെന്ന കബറിൽ കിടക്കേണ്ടവനാണെന്നുള്ള ഓർമ്മയില്ലാതെ, കാലാകാലം ഈ ഭൂമിയിൽ താമസിക്കാനുള്ളവനാണെന്നുള്ള തോന്നലോട് കെട്ടിടങ്ങൾ പണിതപ്പോ, അള്ളാനെ മറന്നിട്ട് മരണത്തെ മറന്നപ്പോ അള്ള പറഞ്ഞു, വേണ്ട. അള്ള പറയാണ്, പേമാരി ആഞ്ഞു പെയ്തു, കൊടുങ്കാറ്റാഞ്ഞു വീശി, ഒരു ജലപ്രളയത്തിന്റെ നടുവിൽ ആ സമൂഹത്തെ മുഴുവൻ അല്ലാഹു തുടച്ചു മാറ്റിയപ്പോ, എന്തിനാ തുടച്ചു മാറ്റിയത്? അള്ളാനെ മറന്നിട്ട്, കബറിനെ മറന്നിട്ട് വലിയ വീട്ടിൽ താമസിച്ചപ്പോ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയ പാതയിലൂടെ ഒന്ന് സഞ്ചരിച്ച കേരളത്തിലെ ഏറ്റവും ചെലവേറിയ വീടിന്റെ ഉടമ മുസ്ലിമല്ലയോ? മുഗൾ രാജവംശത്തിന്റെ ശില്പചാതുരിയെ പോലും തോൽപ്പിക്കുന്ന ബഹുനില കെട്ടിടങ്ങൾ നമ്മുടെ ഇടയിൽ സ്ഥാനം പിടിക്കുമ്പോ, ഓ മുസ്ലിമേ, അല്ലാഹു ഒരു സമൂഹത്തെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിയത് അവര് ഫ്ളാറ്റുകൾ കെട്ടിപ്പൊക്കിയപ്പോഴാണ്. എല്ലാ ഫ്ളാറ്റിന് വേണ്ടിയുള്ള മോഹം, റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയുള്ള മോഹം, വേണ്ട വേണ്ട, ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ലോകത്ത് അമ്പരചുംബികളായി കെട്ടിപ്പൊക്കുന്ന ഫ്ളാറ്റ് സമുച്ചയങ്ങൾ, അതൊരു സമൂഹത്തിന്റെ പതനകഥ പറയുന്നതാണ്. അതുകൊണ്ട് ഭൂമിയെ നിങ്ങൾ നോവിക്കരുത്, JCB കൊണ്ട് ഉടുതുമറിക്കരുത്. ഈ ഭൂമിയെ നിങ്ങൾ ബഹുമാനിക്കണേ. ഉമ്മുക്കും, ഈ ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. ഉമ്മയുടെ ശാപം കിട്ടിയാ പിന്നെ മോനെ നീ ഗതി പിടിക്കില്ല, നീ ഗതി പിടിക്കില്ല. ഈ ഭൂമി നിന്നെ തകർത്ത് കളയും. ഇതാ സിൽസിലത്തിൽ അറുപത് സിൽസാലഹാ, ഈ ഭൂമി കിട്ടുകിടാ വിറക്കുകയാണ്. അതിന്റെ ആണിപ്പണി